ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേക്കാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. അപ്പോൾ രാവിലത്തെ പണിത്തിരക്കാണ് കേട്ടോ. നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തേങ്ങയൊക്കെ ചിരവിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എണീക്കാൻ വൈകി. അപ്പോൾ അതുകൊണ്ട് വേഗം ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നലത്തെ ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും അത് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ പുട്ടുണ്ടാക്കിയ എല്ലാം പാത്രത്തിലാക്കാനും പാപ്പിക്ക് രാവിലെ കൊടുക്കാനൊക്കെ ആയില്ലേ. അപ്പോൾ എന്തായാലും പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു മുട്ട എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പാപ്പിക്ക് വേവിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടയൊക്കെ എടുത്ത് അതിൽ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി മുട്ടയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ശരി, ആദ്യം തന്നെ മാവ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. അപ്പോൾ ഞാൻ ഉപ്പും ഇത്തിരി വെള്ളമൊക്കെ ആക്കിയിട്ട് അവിടെ നനച്ച് അവിടെ ഒരു 10 മിനിറ്റ് വയ്ക്കും. എണീറ്റ് വന്ന് മാവ് കൂട്ടി അത് അവിടെ കുതിരാൻ വേണ്ടി വയ്ക്കുന്ന സമയത്ത് ഒരു പച്ചവെള്ളം തന്നെ ഒഴിക്കുള്ളൂ. ചുടുവെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് ഇതാവട്ടെ, നനവ് തട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വയ്ക്കും. അത് കഴിഞ്ഞ് ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മാവ് സെറ്റാകും. പിന്നെ അതിലേക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ വേണ്ട. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ പുട്ടെന്ന് പറയണത് തന്നെ കേൾക്കണത് തന്നെ ഒരു അതിശയമായിട്ടായിരിക്കും. പുട്ട് അതൊക്കെ കഴിക്കണേ നമ്മൾ വീട്ടിൽ എപ്പോഴെങ്കിലും വല്ലപ്പോഴും അതോ എന്താണ് പുട്ടിൻ്റെ പാത്രം അടുത്ത വീട്ടിൽ പോയി വാങ്ങിച്ചിട്ടൊക്കെ വരണം. പിന്നെ പുട്ട്, നൂലപ്പം ഇതൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ അമ്മേൻ്റെ വീട്ടിലൊക്കെ പോണ സമയത്താണ് അവർ രാവിലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കലും ഒക്കെ ഇങ്ങനെ ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ അന്നേക്ക് ഇതൊക്കെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തെങ്കിൽ ചെയ്യാനും വയ്യ, തിന്നാനും വയ്യ എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ശരി എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ആർക്കും ഒരു ദാരിദ്ര്യം, ഫുഡിൻ്റെ കാര്യത്തിൽ ആർക്കും ദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അത് ഒരു ആവി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അടിച്ചു വിടട്ടെ പറഞ്ഞിട്ട് അവിടെയൊക്കെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഈ ചൂല് കൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ അടിക്കുന്നത്. നമ്മൾ പട്ട എപ്പോഴെങ്കിലുമൊക്കെ പുറകെ നിന്ന് കിട്ടും, 1-2 കിട്ടുന്ന സമയത്ത് അത് വെച്ച് ഇളക്കാക്കി വെച്ചിട്ട് നമ്മൾ മുറ്റോടിക്കാനും ഈ അടുക്കള ഭാഗമൊക്കെ അടിക്കാനൊക്കെ ഇതുകൊണ്ട് തന്നെ ഇത് നല്ലോണം നല്ല സുഖം ഉണ്ടാകും. കുറച്ച് അടിച്ചടിച്ച് തേയുന്ന സമയത്ത് മുറ്റോടിക്കാൻ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ അടിച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ പുട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഇനിയിപ്പോൾ അതെടുക്കട്ടെ. ആവി വന്നാൽ നോക്കാൻ പോയതാണ്. ആവി വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കാം. പാപ്പി നല്ല ഉറക്കമാണ്. ആൾ എണീറ്റിട്ടില്ല. എണീക്കുമ്പോഴേക്കും ഇവിടുത്തെ പണിയൊക്കെ വേഗം ചെയ്ത് വയ്ക്കട്ടെ. അവൾക്ക് ഇവിടെ വന്നിരിക്കണത് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം, ചെറിയൊരു കുടുങ്ങിയ സ്ഥലമായതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തില്ല. അവൾ അഥവാ എണീറ്റിട്ട് അവിടെ ഇരിക്കുക, നമ്മൾ ഇവിടെ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും അമ്മയെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതായത്. അപ്പോൾ തേങ്ങ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് ഇത്തിരി തേങ്ങയായിട്ടാണ് അതിലിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തേങ്ങ ചിരവണ സമയത്ത് അത് അങ്ങനെ അടർന്നു വന്നു. ഇനിയിപ്പോൾ അത് നമ്മൾ കറി വയ്ക്കാൻ അരിക്കാനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ മാറ്റി വെച്ചിട്ട് ഉള്ള തേങ്ങയിൽ എന്തായാലും ഹോളിൽ കൂടെ പുട്ടുപൊടി താഴെ പോകാത്ത രീതിക്ക് മാത്രം തേങ്ങ ഇടുന്നുള്ളൂ. അപ്പോൾ അതിന് മേലെയും കുറച്ച് തേങ്ങയൊക്കെ തൂവി രണ്ടാമത്തെ ഇതും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 ആവി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ എന്താണ്, ഒരെണ്ണം ഞാനും പാപ്പിയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഇവരുടെ അച്ഛൻ ചോറിനാൻ വന്നാൽ വേണമെങ്കിൽ എടുത്ത് കഴിക്കും. അല്ലെങ്കിൽ 4 മണിക്ക് ചായക്ക് ബാക്കിയുണ്ടെങ്കിൽ ഞാനത് എടുത്ത് കൊടുക്കും പാപ്പിക്ക് പുറത്തുനിന്നുള്ള സ്നാക്സൊക്കെ വല്ലപ്പോഴും വാങ്ങിച്ചിട്ടൊക്കെ കൊടുക്കുകയുള്ളൂ. എപ്പോഴെങ്കിലും കൊതിയാവുന്ന സമയത്തോ അങ്ങനെയൊക്കെ തന്നെ വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ രണ്ടാമത്തെ മൂന്നാമത്തെ ആയിട്ടുണ്ട്. അത് ചെറുതായിരുന്നു, മാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി ആണെങ്കിൽ നമ്മൾ മാവ് കളയാൻ പറ്റില്ലല്ലോ. ഇത്തിരി ആണെങ്കിൽ അത് ഭക്ഷണ സാധനങ്ങൾ കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ കൂടിയിട്ട് അതിലേക്ക് ഇടുകയാണ്. ഇനിയിപ്പോൾ ചായ കൂടി വെക്കണമെന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി എണീറ്റ് വന്നതോ ആദ്യം ചായ വെച്ചിട്ട് ബാക്കി എന്ത് പണിയും ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ ഇന്ന് വൈകി എണീറ്റ് കൊണ്ട് ചായ വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയമൊക്കെ അങ്ങോട്ട് മാറി ഇതായിപ്പോവും. സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് മുന്നായിട്ട് വെക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ എണീറ്റ് തന്നെ ഈ പണിയിലേക്കുന്നത്. ബാക്കിയുള്ള പുട്ടിനെ ഞാൻ ഒരു പാത്രത്തിൽ തന്നെ ആക്കി അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും പാപ്പിയൊക്കെ എണീറ്റ് അവൾക്ക് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിതെടുക്കുക. അപ്പോൾ ചൂട് പോകണമെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് അതിൽ അടച്ചു വെച്ചതാണ്. നമ്മൾ
ഇപ്പോൾ എപ്പോഴെങ്കിലും ഇടയ്ക്കിലൊക്കെ പുട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ദോശയാണ് പാപ്പിക്ക് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. നമ്മളുടെ പച്ചരിയൊക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കില്ലേ, അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതിന് അത് ഇറക്കി വെച്ച് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു. ഞാനും പാപ്പിയല്ലേ ഉള്ളൂ, എന്നാലും ഇത്തിരി കൂടുതൽ തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് പാപ്പി ഉറങ്ങി എണീറ്റില്ല. ഞാനിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നിയാലോ പറഞ്ഞിട്ട് ഒരു അര ഗ്ലാസ് അധികം തന്നെ ചായ വെച്ചു. ചായ കുടിച്ചിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു ശീലം പാപ്പിക്കും കിട്ടിയത്. പാപ്പിയും ഞാനും ചായേൻ്റെ ആളാണ്. ചായ ഇല്ലെങ്കിൽ പിന്നെ അന്നത്തേത് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ എടുത്ത് കഴുകി വയ്ക്കണം. എന്തായാലും ഇതൊക്കെ ആയില്ലേ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും തൈര് ഉച്ചയ്ക്ക് വാങ്ങിച്ചിട്ട് വന്നാൽ തൈര് ഒഴിച്ചുണ്ടാകുന്ന പറഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ ചോറ് വയ്ക്കണം ചട്ടി കഴുകി, നമ്മൾ അടുപ്പിലാണല്ലോ ചോറ് വയ്ക്കണം, അപ്പോൾ ആ ചട്ടി കഴുകി വൃത്തിയാക്കണം. വെള്ളം പിടിച്ച് വെച്ച് നമുക്ക് വൈകുന്നേരം വേഗം ചോറ് വയ്ക്കുമ്പോൾ വേഗം അടുപ്പിൽ പാത്രം എടുത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചോറൊക്കെ എടുത്ത് ഇത്രയും ചോറുണ്ട്. പിന്നെ ചോറ് വെച്ച് ഇതും അതൊക്കെ കൂടി വേസ്റ്റ് ആവും. നമ്മൾ ചുടുചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ചോറ് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല, എല്ലാവരും പുതിയ ചോറ് എടുത്ത് കഴിക്കുള്ളൂ. അപ്പോൾ ഈ ചോറ് അവിടെ കളഞ്ഞിട്ട് എന്താ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാവിലെ ചോറ് വയ്ക്കാതെ ഇങ്ങനെ ഇരുന്നത്. പിന്നെ രാവിലെ എണീറ്റതും പാപ്പിക്ക് തണുത്തത് കൊടുക്കണ്ട എന്നുള്ളൊരു രീതിക്കാണ് പുട്ടുണ്ടാക്കിയത്. പിന്നെ സ്കൂളിലും കൊണ്ടുപോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം ഇവിടുത്തെ ഏകദേശം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ചായയും എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്, ഓരോന്ന് അവിടെ കിടക്കണം. ഇനി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കാനൊക്കെ. എന്തായാലും എത്രയും നേരം ഇതായപ്പോൾ എനിക്ക് ഭയങ്കര ഇതായപ്പോൾ ശരി ഞാൻ ചായ കുടിച്ചിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കണം. പാപ്പി നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല. എന്തായാലും ഇന്നലെ ഒരു 11:45 ആവുന്ന സമയത്ത് ഉറങ്ങിയിട്ടുണ്ട്. ഇന്നൊരു 10 മണി ആവുന്ന സമയത്ത് എണീക്കും തോന്നുന്നു ആൾ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ്, ഇനി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. രണ്ടുപേരും പോയൊരു ഇതാണ്. ആരും ഒരു എന്തെങ്കിലുമൊക്കെ ഇത്തിരിയൊക്കെ ചെയ്തു പറഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നും ചെയ്യില്ല. രാവിലെ സമയത്തെ ഒന്നും ചെയ്യില്ല. ഒരു എടുത്ത സാധനം കൊടുത്ത് അവിടെ ഇട്ടുകൊണ്ട് വിടാതെ പോകും. പിന്നെ നമ്മൾ ഒന്നിന്ന് തുടങ്ങണം, അത് ഇത് എന്ന് പറഞ്ഞാൽ ചെയ്ത് തുടങ്ങി വരുമ്പോഴേക്കും ഒരു അങ്ങനെയാണ് അധികം സമയം പോകുന്നത്. അപ്പം കറി വയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയില്ല. പാവയ്ക്കുണ്ട്, പാവയ്ക്ക രോഷിക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചോറാണെങ്കിൽ വറുത്ത് കൊടുക്കുക. പിന്നെ തക്കാളി, വെണ്ടയ്ക്ക, കോവയ്ക്ക ഇതൊക്കെയാണ് ഉള്ളത്, വലിയ ഉള്ളിയൊക്കെ. ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. തക്കാളി, വെണ്ടയ്ക്ക ഇതൊക്കെ ഉള്ളി എടുത്ത് പുറത്ത് വെക്കണം. വേണ്ട ഉള്ളി ചീഞ്ഞോന്നോ അറിയില്ല. 1 കിലോ വാങ്ങിച്ചു 80 രൂപയാണ്, 70 രൂപ എന്തോ പറഞ്ഞപ്പോൾ 1 കിലോ വാങ്ങിച്ചതാണ് ഉള്ളി. പിന്നെ നമുക്ക് അപ്പുറത്തെ തൊടിയിൽ ഒരു കുമ്പളങ്ങ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മോര് കറി വെക്കണം. മോര് കറി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മോര് ഉച്ചയ്ക്ക് എന്തായാലും ഇവിടെ ആരുമില്ല, മോര് തൈര് പോയി വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് പണി വിട്ട് വരുന്ന സമയത്ത് ഒരു പാക്കറ്റ് തൈര് വാങ്ങിച്ചിട്ട് വന്നാൽ ഇതൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈര് കറി വയ്ക്കാം. പുട്ടിന് എന്തെങ്കിലും ചമ്മന്തി ആണെങ്കിലും കുഴപ്പമില്ല. പുട്ടും ചമ്മന്തിയും പാപ്പി കഴിക്കും. പിന്നെ പാപ്പിക്കൊരു മുട്ട പുഴുങ്ങിയിട്ടുണ്ടല്ലോ, അതുകൂട്ടി അവൾ കഴിക്കും. എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ഞാൻ. അപ്പോൾ എന്നാൽ ഉച്ചയ്ക്ക് കറി നമുക്ക് കുമ്പളങ്ങയാണ്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ അടുക്കി പെറുക്കി വെച്ചിട്ട് വരാട്ടോ. ഞാൻ എന്തായാലും രണ്ടൊക്കെ അവിടെ കിടക്കണം. ഇവിടെ ഏതാ ഇപ്പോൾ പാപ്പി അവിടെ ഉറങ്ങി എണീറ്റിട്ടില്ല, ഇങ്ങനെ കിടക്കുന്നുണ്ട്. യോഷിൻ്റെ സാധനമായിരിക്കും അധികവും കിടക്കും. ഓരോന്ന് കാണാനേ വന്ന് തപ്പി തിരഞ്ഞെടുത്തിട്ട് വന്നാണ്ട് അത് ഉപയോഗം കഴിഞ്ഞ് അവിടെ തന്നെ വെച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കി പോകും. പിന്നെ അത് ഒന്നിന്ന് തുടങ്ങണം ഓരോരോ സാധനം. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നണം. അപ്പോൾ എന്തായാലും നോക്കട്ടെ. എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നിയപ്പോഴാണ് ഞാൻ വേഗം ഇത്തിരി നേരം ഒരു അരമണിക്കൂർ ഇതായിക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എണീറ്റ് പറഞ്ഞാൽ നമ്മുടെ ഈ സമയത്ത് പണിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പം എന്തായാലും ഞാൻ ഇവിടേക്ക് വൃത്തിയാക്കി എല്ലാം ഇതൊക്കെ കൊണ്ട് എടുത്ത് വെച്ചിട്ട് വരാം കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി പറഞ്ഞ പോലെ അതൊക്കെ തന്നെ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. പിന്നെ ഇത് കറിവേപ്പിലയാണ്. പിന്നെ പച്ചമുളക്, വെണ്ടയ്ക്ക അതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വയ്ക്കും. പിന്നെ മുട്ട, അങ്ങനെ കുറച്ച് ഓരോ സാധനങ്ങളും അതായത് ബോക്സിലാക്കിയിട്ട് വയ്ക്കാറാണ് പതിവ്. ഇതിനുള്ളിൽ പിന്നെ കുറച്ച് മീനുണ്ട്, മത്തി, പാപ്പിൻ്റെ മത്തി മീൻ കുറച്ചുണ്ട്.
അതൊക്കെയാണ് ഇന്നത്തെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിലെ ഇരിപ്പ് വശം. ഇങ്ങനെയൊക്കെയാണേ. വലിയുള്ളി പറഞ്ഞ് വാങ്ങിച്ചതും അങ്ങനെ നല്ലോണം കുഞ്ഞു ഉള്ളിയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉപ്പേരി ഇങ്ങനെയൊക്കെ വയ്ക്കുന്ന സമയത്തെ ഓരോന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇതാവാം. അല്ല ഭയങ്കര തോലും ഒക്കെ ഉണ്ട്, എന്നാലും അതായിരിക്കും. കുഞ്ഞുള്ളി ആയതുകൊണ്ടാണോ വില കമ്മിയെന്ന് അറിയില്ല. ഉള്ളിക്ക് ഇപ്പം നല്ല വിലയല്ലേ. എന്തായാലും നമ്മൾ ഒരെണ്ണം എടുക്കണോട് 2 എണ്ണം എടുക്കണം, അത്രേ വ്യത്യാസമുള്ളൂ. അത് കാര്യമില്ല അല്ലേ. എന്തായാലും ഉള്ളിക്ക് വില കൂടി. ഉള്ളിക്ക് ഇനി പച്ചക്കറിക്കൊക്കെ വില കൂടും. എന്താ വെച്ചാൽ ഇത് മണ്ഡലമാസം, സ്വാമി മാലയിടണ മാസങ്ങളല്ലേ, അതുകൊണ്ട് പച്ചക്കറികൾക്കൊക്കെ വില കൂടും. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ താഴെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പം ഇനി ഇതിപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കട്ടെ. അതൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി കൊണ്ടുവന്ന് കമിഴ്ത്തി വെച്ചു. പിന്നെന്താണ്, വെള്ളം പോയിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്താ പുട്ട് കഴിക്കാൻ വേണ്ടി ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും അതിൽ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റും പരിപ്പും കൂടിയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓഫാക്കി. പിന്നെ ഇവിടെയൊക്കെ അതാ അടിച്ച് വൃത്തിയാക്കി. ഇതൊക്കെ നമ്മൾ ചെയ്യണമല്ലോ, കണ്ടില്ലേ. ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി കുടിക്കാനുള്ള വെള്ളമൊക്കെ പിടിച്ച് വെച്ച്, അതേപോലെ തന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ സെറ്റാക്കി വയ്ക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് പാപ്പു അവിടെ എണീറ്റ് മേലൊക്കെ കഴുകിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഭക്ഷണം കൊടുക്കണം. കുഞ്ഞാപ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഉറങ്ങി എണിച്ചിട്ട്. തല നനച്ചില്ല. എന്താ ചോദിച്ചാൽ തലയെ ഡെയിലി നനച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് തലയൊന്നും നനച്ചില്ല. ഉറങ്ങി എണിച്ചതിൻ്റെ ക്ഷീണമൊന്നും വിട്ടിട്ടില്ല ആൾക്ക്. ഇങ്ങനെ ഇരിക്കേണ്ട. ഇനി തലയിൽ എണ്ണയൊക്കെ തേച്ച് കെട്ടിക്കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. പാപ്പി പുട്ടും പരിപ്പ് കറിയും ഇഷ്ടമല്ലേ? അവിടെ അതിന് ശരി, എന്നാൽ കുമ്പളങ്ങ വയ്ക്കാം. എന്തായാലും ഉച്ചയ്ക്ക് വരുമ്പോൾ തൈരൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ കുമ്പളങ്ങ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് മുറിക്കുകയാണ്. എന്ന് വെച്ചാൽ പാപ്പിൻ്റെ അടുത്ത് എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യണതാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ ഇവളേന്ന് നോക്കുക, ഇവളുടെ അടുത്തിരുന്ന് തന്നെ ചെയ്യാമല്ലോ. പിന്നെ കറി വയ്ക്കാൻ നിവർത്തിയില്ല, അപ്പുറത്തേക്ക് പോയിട്ട് തന്നെ ചെയ്യണം. അതിന് പരിപ്പിലെടുത്ത് തൈര് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് കടയടച്ചു, തൈര് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ ശരിയാന്ന് പറഞ്ഞ് പരിപ്പിലിട്ട് കുമ്പളങ്ങ കറിയൊക്കെ വെച്ചു. പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും ഇട്ടിട്ട് ഒരു കറിയാക്കി. അപ്പോൾ തൈരുണ്ടെങ്കിൽ നമ്മൾ മോര് കറി വെച്ചാൽ അത് ഒന്നുകൂടി പാപ്പിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ വെച്ചാലും ആൾ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പച്ചക്കറി കഴിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പാപ്പിക്ക് പച്ചക്കറി ഇഷ്ടമൊക്കെ തന്നെയാണ്. അതിന് കറിയൊക്കെ ആയിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് 2 വെളുത്തുള്ളി എല്ലാ കറിയിലും നമ്മൾ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതിനെ ചതച്ചിട്ടിടും. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും ഈ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുന്നത്. അപ്പോൾ എന്തായാലും കൂട്ടാനൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കണം. എന്തായാലും വെള്ളം ഒഴിച്ച് തണുത്ത ചോറാണ്, എന്നാലും കുമ്പളങ്ങയൊക്കെ കൂട്ടി പാപ്പിക്ക് ചോറൊക്കെ കൊടുക്കട്ടെ. പോയിട്ട് അച്ഛനും ഉണ്ണാൻ വന്നാലും തണുത്ത ചോറ് തന്നെയാണ്. അപ്പോൾ അത് മതിയാന്ന് ചോദിച്ചപ്പോൾ മതി പറഞ്ഞു. അല്ലെങ്കിൽ ഇത്രയും ചോറ് കളയാനത് ഭയങ്കര കഷ്ടമുള്ള കാര്യമല്ലേ. നമ്മൾ അന്നം കളയാൻ പാടില്ല, മഹാലക്ഷ്മിയാണ്. നമ്മൾ 2 പ്രാവശ്യം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരം ഭക്ഷണം ഏതെങ്കിലും വിധത്തിൽ കിട്ടാതാവും. അതുകൊണ്ട് ഭക്ഷണം കളയാറില്ല കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ അത് ആരെങ്കിലും വയറ്റിലേക്ക് എത്തിക്കാൻ ഞാൻ നോക്കും എന്തായാലും. അതിന് അതൊക്കെ കഴിഞ്ഞ് കടുക് പൊട്ടിച്ച് അതിലിട്ട് എന്താ പറയുക, മലയാളികളുടെ ഒരു ഇതല്ലേ, ചട്ടിയിൽ ഒഴിച്ചാൽ അതിലെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നോക്കി ചാറൊഴിച്ച് അതിലിടുക. അതെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മുടെ മുളക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വാടി തളർന്ന് നിൽക്കണം. തുണി ഇങ്ങനെക്ക് പുറത്ത് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത്. അപ്പോൾ ഭയങ്കരമായിട്ട് വാടി തളർന്ന് ക്ഷീണിച്ച് നിൽക്കണം. അപ്പോൾ വെള്ളമില്ലാതെയാണ്. ഞാൻ വിചാരിക്കും ഈ വെയിലില്ലല്ലോ, മഴക്കാരെടുക്കുമ്പോൾ ഒന്ന് മഴ വരും, അപ്പോൾ വെള്ളം ഒഴിക്കണ്ട അങ്ങനെ ചിന്തിക്കും. പക്ഷേ മഴ വരുമില്ല, അതിങ്ങനെ വെയിലത്തിൽ നിന്ന് ഇങ്ങനെ വാടി തളർന്നുകൊണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുമ്പോൾ നല്ലോണം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ള മുളകാണ്, വെള്ള അരിമുളകാണ്. ഈ 2-3 ചെടി വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം പോയി. കുറേ പച്ചക്കറി വെച്ചായിരുന്നു, തക്കാളി, വെണ്ടയ്ക്ക, അങ്ങനെ കുറേ വെച്ചതായിരുന്നു. എല്ലാം പോയി. ഒരു 3-4 മുളക് തൈ മാത്രം വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നല്ലോണം എന്താ പറയുക, പൂവും കായൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ളത് ഒരെണ്ണമാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടി. അമ്മയും പാപ്പും ചോറൊക്കെ ഉണ്ടു. വെള്ളം ഒഴിച്ച് ചോറ് തന്നെയായിരുന്നു, കുമ്പളയും കറിയും കൂട്ടി ചോറൊക്കെ ഉണ്ടു. പിന്നെ തുണിയൊക്കെ അലക്കിയത് കൊണ്ടുവന്ന് ഇന്നലത്തെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണങ്ങാതിരുന്നപ്പോൾ ഇന്ന് രാവിലെയും കൊണ്ടിട്ടാണ്. വെയിൽ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഇവിടെ ഇനി കുമ്പളങ്ങ മുറിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും എടുത്ത് മാറ്റില്ല. ഇനി അതൊക്കെ എടുത്ത് ഇവിടെ ഒന്ന് അടിച്ച് വിടണം. പിന്നെ പാപ്പി തുണി മടക്കി തരുമോ അമ്മയ്ക്ക്? പാപ്പി തുണി മടക്കി തരുമോ അമ്മയ്ക്ക്?
വെള്ളം കുടിച്ച ഗ്ലാസ് അതാ താഴെ കിടക്കണ്ട്. എന്ത് മീന്നാ എന്ത് മീന്നാ കുട്ടിക്ക്? അമ്മന്റെ ചുന്ദരിക്ക് എന്ത് മീന്നാ? ഞങ്ങളെ ചാറൊക്കെ കുടിച്ചിട്ട് ചോറിൻ്റെതാണ് അല്ലേ പാപ്പി? കുഞ്ഞിപ്പെണ്ണേ തുണി കുറച്ചുള്ളത് അലക്കാനിട്ടുണ്ട്, അതാണ് സൗണ്ട് കേൾക്കണത് കറന്ന് പറഞ്ഞിട്ട്. വെയിലില്ല എന്നാലും അലക്കിയിട്ട് നാളേക്കാണെങ്കിൽ ഉണക്കിയെടുക്കുക. അപ്പോൾ സമയം കിട്ടുമ്പോൾ ചെയ്യണതല്ലേ നല്ലത്. എന്താണ് അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെ പോകണു. അപ്പോൾ ഇനി എന്താണ്, ഇനി പാപ്പി ഞാനും കൂടി കുറച്ച് നേരം കിടക്കും. ഞങ്ങൾ അവിടെ വിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയി ഇത്തിരി നേരം കിടക്കും. ആ തുണിയൊന്ന് എന്താണ് സെറ്റാക്കി പിഴിഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഡ്രൈ ഒന്നും ചെയ്യാറില്ല കേട്ടോ. എന്താ ചോദിച്ചാൽ നമ്മൾ ഡ്രൈ ചെയ്യുന്നത് നല്ല മഴയത്ത് മാത്രമേ ഡ്രൈ ചെയ്യുള്ളൂ. കറണ്ട് ബില്ല് അല്ലെങ്കിൽ 980 രൂപ വന്നു കഴിഞ്ഞ മാസം. അപ്പോൾ ഈ മാസം കുറച്ചുകൂടി സൂക്ഷിച്ചാണ് നമ്മൾ കറണ്ടൊക്കെ തരാം. ലൈറ്റ് ടച്ച് ചെയ്ത് പറയും, ഫാന് ടച്ച് ചെയ്ത് പറഞ്ഞിട്ട് എന്നാൽ തന്നെ ഒരു 600 രൂപയിലൊക്കെ കറണ്ട് ബില്ല് വരുന്നതാണ്. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല, 980 രൂപ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കറണ്ടൊക്കെ ചിലവാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈ ചെയ്യില്ല, അലക്കിയിടുന്നു. ഈ ചുണ്ണിനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് അപ്പുറത്ത് പോയി അലക്കാൻ പറ്റില്ലല്ലോ. അപ്പുറത്ത് അലക്കുകല്ലൊക്കെ ഉണ്ട്, പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പോകില്ല. ഇവിടെ അത്രയും സമയം ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ടേ, അതുകൊണ്ട് പിന്നെ ഉണ്ണിൻ്റെയാണ് അധികം ഉണ്ടാവുക. അത് പിന്നെ അധികം അഴുക്കുണ്ടാവില്ല, ഒന്ന് മൂത്രം ഒഴിക്കുക അങ്ങനെ ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്തിരി നേരം കിടന്നിട്ടൊക്കെ വരാം കേട്ടോ. എന്തായാലും ആ തുണിയൊക്കെ കൊണ്ടുപോയി പിഴിഞ്ഞെടുത്ത് ഉണങ്ങാനിടട്ടെ. അപ്പോൾ അല്ലേ പാപ്പി? ഇപ്പോൾ വരാ പറയും, ഇപ്പോൾ വരാം. ആള് ഭയങ്കര വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 2:45. ഇന്നത്തെ പണിയൊക്കെ ഏകദേശം കഴിയും. മണിക്ക് തുണിയുള്ളതൊക്കെ അലക്കിക്കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെന്താണ്, പാപ്പി ഇതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പാപ്പിനെ കൊണ്ട് ഇത്തിരി നേരം കിടത്തണം. ഇനി വൈകുന്നേരത്തേക്ക് ചോറ് മാത്രം വെച്ചാൽ മതി, കറിയുണ്ടല്ലോ. അപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതി. തിക്ക പാട്ടൊക്കെ പാടിയിട്ടിരിക്കുകയാണ് നമ്മുടെ ചുന്ദരി പാപ്പി. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി കിടക്കട്ടെ. പറഞ്ഞില്ലേ കുറച്ച് നേരം, ഒരു 3:30 വരെ കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ 3:30 എണീക്കാനുണ്ട്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ കൊണ്ട് പോകാൻ നിൽക്കുകയാണ് ഞാനും പാപ്പി. അച്ഛനാ? പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മണിക്കൂർ പറഞ്ഞിട്ട് 1.5 മണിക്കൂറൊക്കെ കിടന്നിട്ട് പതുക്കെ എണീറ്റ് വന്ന് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ച് ഒരു മൂടി തേങ്ങയും ചിരവി വെച്ചത് അരച്ചെടുത്തു കേട്ടോ. ദോശ ഒഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നല്ല കട്ടിയാണ്, കുറച്ചുകൂടി ഇതിൽ വെള്ളം ഒഴിച്ച് നന്നായി ലൂസാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല, പച്ചരിയും തേങ്ങയും ഇത്തിരി ഉപ്പുമാണ് ഇടുന്നത്, വേറൊന്നും ഇടില്ല. എന്നിട്ട് നന്നായി ഇത്രയും വെള്ളം ഒഴിച്ച് നല്ലപോലെ ലൂസാക്കിയിട്ട് നമ്മൾ നമ്മുടെ പാനിലൊക്കെ ഇല്ലേ അതിലൊന്ന് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുത്താണ്ട് നമ്മൾ എടുത്തു പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് ദോശ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ അരി അരച്ചിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കണം അങ്ങനത്തെ ഒരു രീതിയൊന്നുമില്ല. അപ്പോൾ അരച്ചിട്ട് അപ്പോൾ തന്നെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആ സമയം തന്നെ അരി അരയ്ക്കണതിന് മുന്നായിട്ട് തന്നെ നമ്മൾ തീയൊക്കെ കത്തിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ചോറ് വൈകിട്ട് വയ്ക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി. അപ്പോൾ തീയൊക്കെ നല്ലപോലെ കത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി അരച്ച് വെച്ച ശേഷം ഞാൻ വന്ന് അരി ഇടട്ടെ എന്ന് വന്നിട്ട് അരിയൊക്കെ എടുത്ത് കഴുകണം. നമ്മൾ ആദ്യം ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് വയ്ക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ വണ്ടോ പുഴുവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മേലെ വരും. ഈ അരിയിൽ വണ്ടും പുഴുവില്ല എന്ന് വെച്ച് അരി വാങ്ങിച്ചിട്ട് കുറച്ച് ആയുള്ളൂ. അപ്പോൾ ചാക്കി പറയുകയാണെങ്കിൽ പുതിയ അരി ആയതുകൊണ്ട് പിന്നെ വണ്ടും പ്രാണിയൊന്നും അധികം വരാറായിട്ടില്ല. അപ്പോൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം അരി ഇടുന്നതിന് മുന്നേ ഞങ്ങൾ ചായക്കുള്ള വെള്ളം മാറ്റി വയ്ക്കണം. അപ്പോൾ ഗ്യാസിൽ അത്രയും നേരം വെക്കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ചായ തിളച്ച് കിട്ടുമല്ലോ പറഞ്ഞിട്ട്. പിന്നെ അരിയൊക്കെ ഇട്ട് വിറകൊക്കെ കഴിയാറായി. ഇനി വിറക് ഈ ആഴ്ച എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ചോറ് വയ്ക്കാനൊക്കെ. ഈ വിറക് കഴിയുമ്പോഴേക്കും അടുത്ത വിറക് ഇപ്പം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന വിറക് ചിലപ്പോൾ ഉണങ്ങിയിട്ടില്ലെങ്കിൽ കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മൊത്തം കഴിയട്ടെ പറഞ്ഞിരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് തീയൊക്കെ നന്നായി കത്തിച്ച് വിട്ട ശേഷം ഞങ്ങൾ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ തിളച്ചു. അതിന് ചായയും ദോശയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയും പാപ്പിയും വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു 2 ദോശ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പാപ്പിക്ക് കൊടുക്കാം എന്ന് വെച്ചിട്ട്. പുട്ടുണ്ടായിരുന്നു, അത് അച്ഛൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തണുത്ത ചോറെന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും അവരെടുത്ത് കഴിക്കും. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നാൽ പുട്ടോ ദോശയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കില്ല, ചോറ് മതി എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളാണ്. അപ്പോൾ ഇന്ന് വെള്ളം ഒഴിച്ച് ചോറാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കഷ്ണം പുട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കഴിക്കണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും പാപ്പിക്ക് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പാപ്പിക്ക് ചായയിൽ മുക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിന് ചായയിൽ മുക്കി കൊടുക്കും. ഒരു ദോശയോളൊക്കെ എങ്ങനെയൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് വേണ്ട, ആവശ്യത്തിന് മാത്രം കഴിച്ചിട്ട് പിന്നെ ആൾക്ക് എന്ത് കൊടുത്താലും വേണ്ടാന്ന് വയ്ക്കും. പിന്നെയുള്ള ഒരു ദോശ ഞാനും കഴിച്ച്. എന്നാലും ഇനി പണിയെന്ന് പറഞ്ഞാൽ കുറച്ച് പാത്രമുണ്ട്. നമ്മൾ അരി അരച്ചതും അതേപോലെ തന്നെ ചായ വെച്ച പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊന്ന് കഴുകിയെടുക്കണം. ചോറ് എന്തെങ്കിലും ഊറ്റണം, മുറ്റം അടിച്ചു വിടണം. അങ്ങനെ കുറച്ച് പണി അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പാപ്പിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ദോശ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത്. അവൾ ചായേൻ്റെ ആ ടേസ്റ്റ് കിട്ടുമല്ലോ, അതുകൊണ്ട് തന്നെ അവൾ അത് കഴിക്കും. ചായേൻ്റെ സമയമായ കറക്റ്റായിട്ട് ചായ അമ്മ ചായ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ചായ വെച്ച് കൊടുക്കണ വരെ ആൾ ബഹളം വെച്ചുകൊണ്ടിരിക്കും. ചായ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ബഹളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സൈലൻ്റായി ഇരുന്ന് ചായ കുടിച്ച് ഗ്ലാസ് എവിടെയെങ്കിലും നമ്മൾക്ക് താന്നെടുക്കാൻ പറ്റാത്ത രീതിക്ക് ഒരൊറ്റ ഏറെറിയും. അതിൽ വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ പക്ഷെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആൾ എവിടെയും എറിയില്ല, അവിടെ തന്നെ ഉണ്ടാകാതെ ചായ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് നമ്മളെ വിളിച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഗ്ലാസ്സൊക്കെ എറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദോശയും കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഇരുന്നു. പാപ്പിനെ അവിടെ ഇരുത്തി. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് പറഞ്ഞല്ലോ, അതൊക്കെ പോയി കഴുകിയിട്ട് വന്നിട്ട് മുറ്റം അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് മുറ്റം അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ്ടോ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡെയിലി അടിച്ചു വിടുകയാണെങ്കിൽ അധികം ഇലയും ചപ്പൊന്നും ഉണ്ടാവില്ല. എന്നിട്ടും അപ്പുറത്ത് ആ പച്ച ചെടിയും ഇതൊക്കെ വെട്ടിക്കളയണം. പക്ഷേ എനിക്ക് എന്നെക്കൊണ്ട് പറ്റണില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇവരാരെങ്കിലും ലീവ് ഇരിക്കുന്ന സമയത്ത് ഇവരെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് കിടന്നാൽ പോലും അറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ മുറ്റമൊക്കെ അടിച്ചു വിടുക, എന്നിട്ട് ഇനി വിളക്ക് വയ്ക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നേക്ക് ഫുൾ ഡേ ആണ്, പാപ്പിൻ്റെയും അമ്മൻ്റെയും ഫുൾ ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും കമൻറ്റും ഇടണേ. എന്താണെന്ന് ചോദിച്ചാൽ ലൈക്കും കമൻറ്റിലായിരിക്കും യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കുറച്ച് അധികം പേരിലേക്ക് എത്തിക്കുക. അപ്പോൾ അങ്ങനെ അധികം പേരിൽ എത്തിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഗുണം ഉണ്ടാവുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ആയി നെറ്റ് സ്ലോ ആണ്. അതിലെങ്ങനെയെങ്കിലൊക്കെ തട്ടി മുട്ടി കയറ്റി വിട്ടാലും വീഡിയോ കയറിപ്പോയില്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷേ ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു വരുമാനം കിട്ടിയാൽ മാത്രമല്ലേ നമ്മുടെ കാര്യങ്ങളും അങ്ങനെ നടന്നു പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വരുമാനമാണെങ്കിൽ അത് മാസം വെച്ച് കിട്ടുകയാണെങ്കിൽ വലിയൊരു സഹായമായേനെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പറയുകയാണെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നാളേക്ക് പുതിയൊരു വീഡിയോയുമായി വരുന്നവരിക്കും ടാറ്റാ ബൈ ബൈ. സീ യു. എല്ലാവരും സുഖമായിരിക്കണേ.